പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഓരോ പ്രഭാതത്തിലും ശരിക്ക് ഞാൻ ക്യാമറയുടെ മുൻപിലാണ് നിൽക്കുന്നതെങ്കിലും ശരിക്കും നമ്മളൊരു വലിയൊരു കുടുംബ സദസ്സിലെ ആയിരിക്കുന്ന ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഈശോയ്ക്ക് വില കൊടുത്ത് ശരിക്കും ഈശോയുടെ ഒരു വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മുൻപിൽ, ക്യാമറയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും ഈശോയെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ മുൻപിലാണെന്നുള്ള ഒരു ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഓരോ പ്രഭാതത്തിലും നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-14. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. പൗലോസ് പറയുന്നതാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അതുകൊണ്ടല്ലേ ഏറ്റവും വലിയ തിരുനാൾ ഉയർപ്പ് തിരുനാൾ എന്ന് പറയാൻ കാരണം എന്താ? കാരണം യേശു മരണത്തെ തോൽപ്പിച്ച് ഉദ്ധിതനായി ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നു. നമ്മൾ പണ്ട് പാടാറില്ലേ, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലെ അടയാളങ്ങളാലെ യേശു പ്രവർത്തിക്കുന്നു. യേശുവിനും ജീവിക്കുന്ന ദൈവമാണ്. പ്രിയ സഹോദരൻ, ഒരു ദൈവ പൈതൽ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ, ഉത്തമ ബോധ്യത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ, അതിലെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അയ്യോ ഞാൻ വലിയ അഴുക്കുചാലിലാണല്ലോ, ഞാൻ പാപത്തിലാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അഴുക്കുചാലിലാണ്, നമ്മൾ പാപത്തിലാണ്. പക്ഷെ യേശുവേ, എൻ്റെ അവസ്ഥ ഇതാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് പറയാനുള്ള ഒരു എളിമ നമുക്കുണ്ട് എങ്കിൽ, ആ എളിമയ്ക്ക് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പാപിയാണ് കർത്താവേ, എനിക്ക് യോഗ്യതയില്ല കർത്താവേ. എന്നാലും ആ ശതാധിപനൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെയല്ല, എൻ്റെ വീട്ടിൽ വരാൻ യോഗ്യതയില്ല. നമ്മുടെ ശരീരമാകുന്ന വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആർക്കാ യോഗ്യതയുള്ളത്? നമ്മൾ അത്രമാത്രം പാപത്തിൽ കിടക്കുന്നവരാണെങ്കിലും യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി മരിച്ച യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വിടുതൽ നൽകും, നമുക്ക് ആനന്ദം നൽകും, നമുക്ക് സമാധാനം നൽകും. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നാണ്. നമ്മൾ പറയും, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും, ഞാൻ യേശുവിനെ അനേകരിലേക്ക് പകരാനായിട്ട്, ഞാൻ സാക്ഷ്യം നൽകാനായിട്ട് ഞാൻ പരിശ്രമിക്കും യേശുവെ എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശരിക്കും രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു മരണത്തെ തോൽപ്പിച്ച് ഉദ്ധിതനായി ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നു. നമ്മളിപ്പോൾ കല്ലറയിൽ അടക്കപ്പെട്ട അവസ്ഥയിലാണ് എങ്കിൽ നമുക്ക് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കല്ലറകളെ പൊളിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉയർത്താൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമേ, ഈ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ, വിശ്വാസത്തിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.